കർത്താവിന് മഹത്വം. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവും അനന്തര സംഭവങ്ങളും എന്നുള്ള വിഷയം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകാൽ ലേഖനങ്ങൾ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. തരുന്ന റെഫറൻസുകൾ നിങ്ങൾ തുടർന്നുള്ള വചന പഠനത്തിന് അത് സഹായകരമായി തീരുവാൻ തിരുവെഴുത്തുകളെ പരിശോധിക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. മശിഹ എന്ന എബ്രായ വാക്ക് ആണ്, അതിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. ഇംഗ്ലീഷിൽ ക്രൈസ്റ്റ് എന്നും മലയാളത്തിൽ അത് യേശുക്രിസ്തു എന്നുമാണ് നമുക്ക് അതേ കാണുവാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് രണ്ട് ആമുഖങ്ങളുണ്ട്. ഒന്ന് കർത്താവിൻ്റെ പരസ്യവരവ്, രണ്ട് രഹസ്യവരവ് എന്ന് പറഞ്ഞാൽ മേഘപ്രത്യക്ഷത അല്ലെങ്കിൽ മഹത്വ പ്രത്യക്ഷത എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മേഘപ്രത്യക്ഷതയെക്കുറിച്ചാണ് 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിൻ്റെ 16 വാക്യം പറയുന്നത്. ആ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് വായിക്കാം പിന്നാലെ. അപ്പൊ കർത്താവിൻ്റെ മടങ്ങി വരവെന്നുള്ള വിഷയം അടിസ്ഥാനമാക്കിയാണ് ചിന്തിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രാരംഭ ഭാഗം ആരംഭിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുള്ളത് ഇപ്രകാരമാണ്: യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. വെളിപ്പാട് എന്ന് പറഞ്ഞാൽ മറ നീക്കി കാണിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അപ്പോക്കാലിപ്സ് എന്നുള്ളതായ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വെളിപ്പാട് എന്നുള്ളതായ ഈ ഭാഗം വന്നിരിക്കുന്നത്. മറ നീക്കി കാണിക്കുക, ഭാവിയിൽ സംഭവിക്കേണ്ടതായ കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഥവാ ദൈവം അത് യേശുക്രിസ്തുവിന് കൊടുത്തു. യേശുക്രിസ്തു അവൻ തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനം യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ട ഒക്കെയും സാക്ഷീകരിച്ചു. അങ്ങനെ ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്ന ഏവരും, കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ തിരുവഴുത്ത് വായിക്കുന്നവരും അത് കേൾക്കുന്നവരും അതനുസരിക്കുന്നവരും ഭാഗ്യശാലികളാണ്. അപ്പോൾ നാം ദൈവസന്നിധിയിൽ എത്ര ശ്രേഷ്ഠമായ പദവിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വേദപുസ്തകത്തിന്റെ, വെളിപ്പാട് പുസ്തകത്തിന്റെ 1, 2, 3 അധ്യായങ്ങൾ 7 സഭകളെ അടിസ്ഥാനപ്പെടുത്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അന്ന് അത് ഏഷ്യാമൈനിൽ ഉണ്ടായിരുന്നതും എന്നാൽ പിൽക്കാലത്ത് കൃപായുഗത്തിന്റെ ആരംഭം തുടങ്ങി അവസാനം വരെ കർത്താവിന് മടങ്ങി വരവുള്ള കാലഘട്ടങ്ങളിലെ സഭകളെ അധികരിച്ചുകൊണ്ടാണ് ഈ 7 സഭകളെ ഒരു സാദൃശ്യ പാഠമായിട്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ കാലങ്ങളിലും ജനം എപ്രകാരം കർത്താവിന് വേണ്ടി ഒരുങ്ങണം എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നീ ഏതിൽ വീണിരിക്കുന്നു ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരിക, അല്ല എങ്കിൽ കർത്താവ് നിന്നെ നീക്കിക്കളയും, നിനക്കുള്ള പ്രതിഫലം നഷ്ടപ്പെടുവാനിടയായി തീരും. അതുകൊണ്ട് ഒരു മടങ്ങി വരവിന്റെ കാലഘട്ടമാണ് ഈ 7 സഭകളെ കുറിച്ചും പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയാണ് അത് സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നതും സ്വർഗത്തിലെ കാഴ്ചകളെ യോഹന്നാനെ പ്രദർശിപ്പിച്ചതുമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിൽ എത്തുന്നതിന് മുൻപേ കർത്താവ് തന്റെ സഭയെ ചേർക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യമാണ് 1 തെസ്സലോനിക്കർ 4 അധ്യായം 16 വാക്യം വായിക്കുമ്പോൾ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘത്തിലേക്ക് എടുക്കപ്പെടും. ഹല്ലേലൂയ. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ആയിരിക്കും. അവിടെ മരിച്ചവർ ഉയർക്കും, ജീവനുള്ളവർ രൂപാന്തരപ്പെടും, ഒത്തൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. അങ്ങനെ 7 വർഷക്കാലം മധ്യാകാശമാകുന്ന 1-ാം സ്വർഗത്തിൽ അവിടെ വസിക്കുന്ന കാലഘട്ടമാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കാലത്താണ് നമുക്കുള്ള പ്രതിഫലത്തെയൊക്കെ കർത്താവ് വിഭജിച്ച് തരുവാനിടയായി തീർന്നിരിക്കുന്നത്. എന്നാൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് ശിഷ്യന്മാർ വളരെ ആകാംക്ഷയോടുകൂടി ചോദിച്ച ഒരു ചോദ്യമാണ്, കർത്താവേ,
നിന്റെ വരവിനും ലോകാവസാനത്തിലുള്ള അടയാളം എന്താകുന്നു എന്ന് ചോദിക്കുവാനിടയായി തീർന്നു. നമുക്ക് മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ കടന്നു പോകുമ്പോൾ അവിടെ അതിനെക്കുറിച്ച് കർത്താവ് പറയുന്ന മറുപടി നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. 24 അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, യെരൂശലേം ദേവാലയത്തിനെതിരെയുള്ള ഒലിവുമലയിൽ ഇരുന്നു കൊണ്ട് കർത്താവിന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ്. അപ്പോൾ ശിഷ്യന്മാരൊരു കാര്യം പറഞ്ഞു, കർത്താവേ, യെരൂശലേമിലെ ദേവാലയത്തിന്റെ കല്ലുകൾ എത്ര മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമാണ്, ഇത് ഇടിഞ്ഞ് കല്ല് കൽമേ ശേഷിക്കാത്ത കാലം വരും എന്ന കാര്യങ്ങൾ പറയുവാനിടയായി തീർന്നു. തുടർന്ന് ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യമാണ് 3 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞു എന്നാൽ, അത് താഴോട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അപ്പോൾ ദൈവത്തിന്റെ ജനത്തെ തെറ്റിച്ച് കളയുന്ന പല ശക്തികൾ, അന്ധകാരത്തിന്റെ ശക്തികൾ ലോകത്തിൽ അനേകരെ വഴിതെറ്റിക്കുവാനുണ്ട് എന്നുള്ള കാര്യം കർത്താവ് എടുത്തു പറയുകയാണ്. അത് ലൂക്കോസ് സുവിശേഷം 24 അധ്യായം 37-38 വാക്യത്തിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. യെരൂശലേം ദേവാലയം 3.5 വർഷക്കാലം കർത്താവ് ആ ദേവാലയത്തിൽ കടന്നു വന്ന് സുവിശേഷം അറിയിച്ചു, അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പ്രവർത്തിച്ചു. എന്നാൽ 3.5 വർഷത്തിന്റെ അവസാനമാണ് കർത്താവ് പറയുന്നത്, ഈ ആലയം തകർന്നു പോകും, കല്ല് കൽമേ ശേഷിക്കയില്ല എന്നുള്ളത്. അത് അവർക്കത് വിശ്വസിക്കുവാൻ കഴിയാതെ വണ്ണം യഹൂദന്മാര് കർത്താവിനോട് എതിരായിട്ട് സംസാരിച്ചു. എന്നാൽ AD 70 ടൈറ്റസ് ചക്രവർത്തി യെരൂശലേമിനെ ആക്രമിച്ചുകൊണ്ട് റോമാ പട്ടാളക്കാരനായ ദാന് ആ ആലയത്തെ ഇടിച്ച് തകർക്കുവാനിടയായി തീർന്നു. കല്ല് കൽമേ ശേഷിക്കാതെ വണ്ണം അതിന്റെ കല്ലുകള് ആനകളെ കൊണ്ട് ഇടിച്ച് നിരത്തി അതിനടിയിൽ നിന്നും സ്വർണമുണ്ടെന്നുള്ളതായ ധാരണയിൽ അതെല്ലാം കല്ലിൽ നിന്നും കല്ല് വേർപെടുത്തുവാനിടയാക്കി തീർത്തു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്കുള്ള വരവിനെ കുറിച്ച് ബൈബിളിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്ന പ്രവചനമാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്ന, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തല തകർക്കും. കർത്താവ് ലോകത്തിൽ വരുന്നതിന് 4000 വർഷത്തിന് മുൻപേ ഏറ്റവും കുറഞ്ഞത് ഈ പ്രവചനം നിവൃത്തിയായി. എന്നാൽ യേശുക്രിസ്തു ജനനത്തിന് 700 വർഷത്തിന് മുൻപേ പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞിരിക്കുന്നു, യെശയ്യാവ് 7:14, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ അത് നിവർത്തിക്കുമെന്നുള്ള കാര്യം മറിയയുടെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ വന്ന് സംസാരിപ്പനിടയായി തീർന്നു. യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്കുള്ള 1-ാമത്തെ വരവിനെ കുറിച്ച് പ്രവചിച്ചതിനേക്കാൾ വളരെയധികം 2-ാമത്തെ കർത്താവിന്റെ മേഘപ്രത്യക്ഷതയെ കുറിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ക്രിസ്തു ജനിക്കുന്ന സ്ഥലം ബേത്ലഹേം എഫ്രാത്ത് എന്ന സ്ഥലമാണ്. അത് യെരൂശലേമിലല്ല, ബേത്ലഹേം എഫ്രാത്ത് എന്ന് പറഞ്ഞാൽ അത് അന്നവിടെ സെൻസസ് എടുക്കുന്നതിന് വേണ്ടി അവിടെ പോകേണ്ടതായിട്ട് വന്നു. അവിടെ പോകേണ്ട സമയത്താണ് യേശുവിന്റെ ജനനം അത് ഉണ്ടാകുവാനിടയായി തീർന്നത്. അവിടെ വെച്ച് അവരെ പ്രസവിച്ചു. അങ്ങനെ ലൂക്കോസ് 2:3 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിന്റെ 2-ാം വരവ് 18 വാക്യത്തിൽ 1 വീതം പുതിയ നിയമത്തിൽ സൂക്ഷിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 18 വാക്യങ്ങൾ വായിച്ചാൽ ഒരു വാക്യം കർത്താവിന്റെ പുനരാഗമനത്തെ കുറിച്ചാണ്. 198 വ്യക്തമായ വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 3177 വാക്യങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുണ്ട്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് വളരെ വ്യക്തമായ തിരുവചനത്തിൽ പഠിക്കുവാൻ കഴിയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞ കാര്യമാണ്. ശിഷ്യന്മാരോട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-2 വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ.
ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിട്ട് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളും. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തതിന് മുൻപായിട്ട് ശിഷ്യന്മാർ ചോദിച്ച, കർത്താവേ, നീ ഈ കാലത്തിലാണോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്? അതേ അപ്പോസ്തല പ്രവൃത്തി 1-11 പറയുന്നു, അത് അതിനെക്കുറിച്ചുള്ള സമയം അറിയിക്കേണ്ട സമയമല്ല ഇപ്പോഴ്. എന്നാൽ നിങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവ് ലഭിച്ചവരായി തീരും. പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ട് ശക്തി പ്രാപിച്ച് യെരൂശലേമിലും യഹൂദ്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. യേശുവിൻ്റെ വരവിന് വേണ്ടി ലോകം ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടങ്ങളിലെ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മത്തായി 24:14 വായിക്കുമ്പോൾ, രാജ്യത്തിന് സുവിശേഷം സകല ജാതികളോടും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ഇന്ന് ഭൂലോകത്തിന്റെ എല്ലാ കോണുകളിലും ദൈവത്തിന്റെ വചനം അവരവരുടെ ഭാഷകളിൽ അറിയത്തക്കവണ്ണം സുവിശേഷം എത്തിക്കൊണ്ടിരിക്കുകയാണ്. റേഡിയോയിൽ കൂടെ, ടെലിവിഷനിൽ കൂടെ, ബൈബിൾ ഭാഗങ്ങളിൽ കൂടെ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി അറിയിച്ചു കൊണ്ടിരിക്കുകയാകുന്നു. സ്തോത്രം. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ശാസ്ത്രത്തിന്റെ പുരോഗമനവും അതെല്ലാം വിളിച്ചറിയിച്ചിരിക്കുന്ന കാര്യമാണ്. അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കും നിങ്ങൾ അറിയുന്ന പോലെ മനുഷ്യപുത്രന്റെ വരവാകും. മത്തായി 24:32. 1948 മെയ് മാസം 14 യഹൂദൻ അവൻ രാജ്യം തിരിച്ചു കിട്ടിയത്. അതുവരെയും AD 70 മുതൽ ലോകത്തിലെ നാനാ ഭാഗത്ത് ചിതറപ്പെട്ടത് അവരെ കൂട്ടിച്ചേർക്കുമെന്നുള്ള തിരുവഴുത്തിന്റെ നിവർത്തീകരണമാണ്. കർത്താവ് തന്നെ പറഞ്ഞു, അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്ത് നിങ്ങൾ അറിയുന്ന പോലെ മനുഷ്യപുത്രന്റെ വരവാകും. യഹൂദനാകുന്ന അത്തി അവർ തളിർക്കുവാനിടയായി തീർന്നു. യോഹന്നാൻ 5:27-28 വായിക്കുമ്പോൾ, ന്യായവിധി വാതിൽക്കലെത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിനുള്ള അധികാരം പ്രാപിച്ചുകൊണ്ട് എത്രയും വേഗം മടങ്ങി വരുന്നുണ്ട്. വെളിപ്പാട് 20:4 നീതിയുടെ ന്യായാസനം അവിടെ സ്ഥാപിക്കപ്പെടും. അവിടെ വെച്ച് ഓരോരുത്തർക്കും അവരവരുടെ പ്രവർത്തിക്ക് ഒത്തവണ്ണം പ്രതിഫലം കൊടുക്കും. എന്നാൽ അവസാനം വെളിപ്പാട് 20:11 വെള്ളസിംഹാസനത്തിൽ സകല ദുഷ്ടന്മാരും ഉയർത്തെഴുന്നേറ്റ് അവിടെ കടന്നു വരും. അവർക്ക് അവരവരുടേതായ പ്രവൃത്തിക്കൊത്തവണ്ണമുള്ളതായ ന്യായവിധി ഉണ്ടാകും. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജീവവസ്തുവിൽ എഴുതി കാണാത്ത ഏവരെ തീപ്പൊയിലേക്ക് തള്ളിക്കളയും. കർത്താവിന്റെ വരവിന്റെ അടയാളത്തിൽ വീണ്ടും തുടരുന്നു. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവാകും. മത്തായി 24:37-38 പറയുമ്പോൾ നോഹയുടെ കാലം എന്താണ് സംഭവിച്ചത്? അന്നുള്ളതായ ജനത്തിനും തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. വിവാഹത്തിൽ എടുക്കുക, ലഹരി പിടിച്ച് മതോമത്തരായിട്ട് ദൈവമില്ലാത്ത ഭാവിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു തലമുറ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് 2 കൊരിന്ത്യർ 11:1 പറയുകയാണ്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ നിങ്ങളെ കുറിച്ച് ഭയപ്പെടുകയാണ്. അതുകൊണ്ട് നമുക്കൊരു വിശുദ്ധിയും വേർപാടും ഇവിടെ ആവശ്യമാണ്. 2 കൊരിന്ത്യർ 6:14-15 പറയുന്നു, അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത്. എന്നാൽ നോഹയുടെ കാലത്ത് ദൈവത്തിന്റെ മക്കളും അല്ലാത്ത ദുഷ്ടന്മാരുമായിട്ട് വിവാഹ സംബന്ധത്തിൽ ഏർപ്പെട്ട് അവരുടെ ജീവിതത്തെ പാപത്തിലേക്ക്, അശുദ്ധിയിലേക്ക് ഒഴുകുവാനിടയായി തീർന്നു. 2 തിമോത്തിയോസ് 3:1-5 വായിക്കുമ്പോൾ, അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും ദൂഷകന്മാരും അഹങ്കാരികളും നന്ദി കെട്ടവരും വാത്സല്യമില്ലാത്തവരും ദൈവഭയമില്ലാതെ ഭോഗപ്രിയരായി
അതിന്റെ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും. ഇന്നത്തെ കാലത്ത് നോക്കിയാൽ വേഷഭക്തിയുണ്ട്, പക്ഷേ അനുഭവത്തിൽ ജീവിതഭക്തി ഇല്ല. അത് കർത്താവിനെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ബുദ്ധിയുള്ള കന്യമാരെ പോലെ ഒരുങ്ങിയിരിക്കുന്നവർ, പരിശുദ്ധാത്മാവാകുന്ന എണ്ണ അതെ നിറയപ്പെട്ടവരായി, പ്രകാശിക്കുന്നവരായി, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ അതേ മണവാട്ടി സഭയെ ചേർക്കുവാൻ കർത്താവ് എത്രയും വേഗം മടങ്ങി വരികയാകുന്നു. ഉപദ്യാപ്രവചനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം, ഒരധ്യായമേ ഉള്ളൂ. നീ കഴുകനെ പോലെ ഉയർന്നാലും അതേ മനുഷ്യരുടെ നക്ഷത്രങ്ങളുടെ മധ്യേ കൂടുവെക്കാൻ പോയാലും ഞാൻ അവിടെ നിന്ന് ഇറക്കുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാലഘട്ടങ്ങളാണല്ലോ മനുഷ്യൻ അതേ നക്ഷത്രമണ്ഡലങ്ങളിലേക്ക് അതേ ചൊവ്വായിലേക്കൊക്കെയുള്ള യാത്രയ്ക്ക് വേണ്ടിയൊക്കെ മനുഷ്യൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സഖരിയ പ്രവചനം അതേ 14-12 വായിക്കുമ്പോൾ രാസായുധം, അന്ന് മനുഷ്യൻ അതേ നിവർന്നു നിന്നാൽ അത് കണ്ണ് അഴുകി ചീഞ്ഞു പോകുന്ന അനുഭവമായിട്ടുണ്ടാകും. അത് രാസായുധത്തിൻ്റെതായ പവറാണ്. അത് മനുഷ്യനെ ദഹിപ്പിച്ച് കളയുന്നതായ ശക്തിയാണ്. വെളിപ്പാട് 16:8-9 വാക്യം വായിച്ചാൽ തീ കൊണ്ട് മനുഷ്യനെ ചുട്ടുകളയുവാൻ തക്കോണം അധികാരം ലഭിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം അന്ത്യകാല സംഭവങ്ങളാണെന്നും കർത്താവിനെ വരവേറ്റു എടുത്തിരിക്കുന്ന കാര്യം നാം മനസ്സിലാക്കണം. ഇനിയും നാം എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? വെളിപ്പാട് പുസ്തകം 24:44 നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രം വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. മത്തായി 24:44 പറയുകയാണ്, നിനയാത്ത സമയത്ത് ആരോടും നേരത്തെ പറയത്തില്ല. ഇന്ന് പല കള്ളപ്രവാചകന്മാരും പറയുന്നുണ്ട് ഇന്ന ദിവസം കർത്താവ് വരുമെന്ന്. കർത്താവ് ആരോടും അത് പറഞ്ഞിട്ടില്ല. പിതാവായ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന അതേ മർമ്മമാണ് കർത്താവ് വരുന്ന സമയം. അപ്പോസ്തല പ്രവൃത്തി 1:8-9 വാക്യത്തിൽ അതിന് 11 വാക്യത്തിൽ അതിനെക്കുറിച്ച് വിശദമായി പറയുകയാണ്. അതുകൊണ്ട് സഭ എങ്ങനെയാണ് ഒരുങ്ങിയിരിക്കേണ്ടത്? ഒരു കൃഷിക്കാരൻ അത് കൃഷിക്ക് വേണ്ടി അവന്റെ നിലം ഒരുക്കിയെടുക്കുന്ന പോലെ ആ നിലമെല്ലാം ഒരുക്കി അതിലെ കട്ടയെല്ലാം ഉടച്ചു നിരത്തി കാടുകളൊക്കെ നീക്കി ആ നല്ല വിത്തുകൾ അവിടെ വിതയ്ക്കുവാനുള്ള ഒരുക്കത്തോടിരിക്കുമ്പോഴാണ് മഴ പെയ്യുന്നത്. ആയതുപോലെ കർത്താവ് വരുന്നത് നമ്മുടെ ഒരുക്കത്തിൽ കൂടെയാണ് കർത്താവ് വരുന്നത്. കൂടാതെ മരം, പുല്ല്, വൈക്കോൽ എന്നിവയാൽ പണിയുന്ന പണികൾ ബന്ധു പോകുവാനിടയായിത്തീരും. നമ്മുടെ പ്രവൃത്തിയിൽ അനുഭവം എന്താണ്? അത് നശിച്ചു പോകുന്നതാണെങ്കിൽ മരവും പുല്ലും വൈക്കോലിന്റെ പണിയായിരിക്കും. എന്നാൽ വിലയേറിയ രത്നം മുത്തുകളൊക്കെ തീയിൽ കൂടെ കടന്നു പോയാൽ അത് തീ കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട് പുറത്തു വരുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ ലോകത്തിൽ വിശ്വാസി എന്നുള്ളതായ പല വേഷം കെട്ടി നടക്കുന്നവരുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ പവിത്രവും വിശുദ്ധിയും ദൈവത്തിന്റെ വചനത്തിന് അടിസ്ഥാനമായിരിക്കണം. കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞല്ലോ, ബുദ്ധിമാനായ മനുഷ്യൻ വീട് പണിതു, ബുദ്ധികെട്ടവനും വീട് പണിതു. ബുദ്ധികെട്ടവന്റെ വീട് വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, ആ വീടിന്മേൽ അടിച്ചു, അത് തകർന്നു പോയി. എന്നാൽ അടിസ്ഥാനം പാറമേലായതുകൊണ്ട്, യേശുക്രിസ്തു അടിസ്ഥാനമേൽ സഭയെ സ്ഥാപിച്ചിരിക്കുന്നത് കൊണ്ട് അവർ ഉറച്ചു നിന്നു. അവർ ധൈര്യത്തോടെ കർത്താവിൽ ഒരുങ്ങുവാൻ ഇടയായി തീർന്നു. അപ്പോസ്തലൻ 2 പത്രോസ് ലേഖനം 3:9 പറയുന്നു, ചില താമസം വിചാരിക്കുന്ന പോലെ കർത്താവ് വരുവാൻ താമസിക്കുന്നില്ല. പിന്നെ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ നിങ്ങൾ ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. എന്നാൽ കർത്താവ് ദിവസമോ കള്ളനെ പോലെ വരും. ഏത് നാഴിക്ക് വരുമെന്ന് അറിയാതിരിക്കുമ്പോൾ കർത്താവ് വരുവാനിടയായിത്തീരും. കർത്താവിന്റെ മധ്യാകാശത്തിന്റെ വരവിനെ കുറിച്ച് 1 Thessalonians 4:16-17 വാക്യത്തിൽ പറയുമ്പോൾ അവിടെ ഒന്നാമത് കേൾക്കുന്നത് ഗംഭീരനാദം, രണ്ടാമത് പ്രധാന ദൂതന്റെ ശബ്ദം, 3 ദൈവത്തിന്റെ കാഹളം. ഗംഭീരനാദം ഊതുന്നതിനു വേണ്ടിയാണ്. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവര് കാഹളം ഗംഭീരനാദം ഊതണം. ഇവിടെ ഗംഭീരനാദം ഊതുന്നു. ഈ സഭയിൽ, ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നുള്ളതാണ് ഗംഭീരനാദം. പ്രധാന ദൂതന്റെ ശബ്ദം എന്തിനാണ്? ശത്രുവിന്റെ പോരാട്ടങ്ങൾ അതിനിടയിൽ ഉണ്ടാകും. മോശയുടെ ഉയർത്തെഴുന്നേൽപ്പിന് സമയത്ത്
പിശാച് തർക്കിച്ചു വാദിച്ചു. എന്നാൽ പ്രധാനത്തിനായി മീഖായേൽ അവന് ശാസിച്ച് വിടുവാനിടയായി തീർന്നു. 3, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ ആത്മീയ സ്തോത്രം അതേ മരിച്ച ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം എല്ലാവരും രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘത്തിലേക്ക് എടുക്കപ്പെടും. ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവ് വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. ഉറച്ച് വിളിച്ചു പറഞ്ഞു, ഉറക്കെ. ആയതുപോലെയാണ് ഗംഭീരനാദം. ഉറക്കെ അതേ കാഹള ഗംഭീരനാദവും പ്രധാന ശബ്ദവും ദൈവത്തിന്റെ കാഹളവും വരുന്നത് എന്തിനാണ്? ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തു നിൽക്കും, പിന്നെ ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരപ്പെടും. അങ്ങനെ ഇപ്പോൾ കർത്താവിനോടുകൂടെ ആയിരിക്കും. യോഗനാനുശേഷം 5-ാം അധ്യായം 28-29 വാക്യത്തിൽ വായിക്കുമ്പോൾ കല്ലറകളിലുള്ളവർ നിദ്ര കൊണ്ട വിശുദ്ധന്മാരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. അത് അങ്ങനെ ആ കാഹളം ധരിക്കുന്ന സമയത്താണ് ആ ഉയർപ്പ് സംഭവിക്കുന്നത്. ആ സ്തോത്രം സംഖ്യാപുസ്തകം 10-ാം അധ്യായം 2-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഗംഭീരനാദത്തിന്റെ ആവശ്യകതയെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19 വാക്യങ്ങൾ 24 വാക്യങ്ങൾ, ധനവാനും ലാസറും മരിച്ചു. അവർ രണ്ടുപേരും 2 സ്ഥാനത്തേക്കാണ് പോയത്. ധനവാന് അതേ നേരെ യാതനാ സ്ഥലത്തേക്കും ലാസർ അതേ പർദീസിലേക്കും പോയി. മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരുടെ ആത്മാക്കൾ കിടന്ന് കറങ്ങത്തില്ല. അത് ഉടൻ തന്നെ അവർ പോകേണ്ട സ്ഥാനത്തേക്ക് എത്തിച്ചവരുടെയായിത്തീരും. അവിടെ ചെന്നപ്പോഴും അതേ ധനവാനൊരു നിലവിളി. അവൻ നിലവിളിച്ചുകൊണ്ട് പറയും, അബ്രഹാം പിതാവേ, ആ ലാസറിനെ ഇവിടേക്ക് അയച്ച് എന്റെ നാവിൽ ഒരു തുള്ളി വെള്ളം തൊട്ട് തണുപ്പിക്കണമേ എന്ന്. അത് അബ്രഹാം പിതാവ് പറഞ്ഞാൽ അതൊരിക്കലും സാധ്യമല്ല. അവിടെ വരുന്നവർക്ക് ഇവിടെ വരാനോ ഇവിടെ വരുന്നവർക്ക് അവിടെ വരാനോ കഴിയത്തില്ല. നിന്റെ ആയുസ്സിൽ നീ പ്രവചിച്ച് ഓർത്തോണം, ആ നിനക്ക് അവിടെയും അതേ ലാസർ ഇവിടെയും പ്രതിഭമായി കൊടുത്തിരിക്കുന്നു. ആകയാൽ ദൈവമക്കളെ, കർത്താവിന്റെ മക്കളായി ജീവിച്ച് വിശുദ്ധിയിലും വേർപാടിലും ഒരുങ്ങി കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വരുമ്പോൾ മറ്റുള്ള എല്ലാവരും തള്ളപ്പെടുവാനിടയായിത്തീരും. സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ തന്നെ അന്ധകാരത്തിലെ ശക്തി സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേന പലരുടെയും ഉയർപ്പിനെതിരായിട്ട് അവൻ പോരാടും. അതുകൊണ്ടാണ് പ്രധാന ദൂതന്റെ ശബ്ദം അവിടെ മുഴങ്ങുന്നത്. ആ മുഴക്കത്തിന്റെ മുൻപിൽ ദുഷ്ടാത്മ സേനയ്ക്ക് അവരോട് നിൽക്കുവാൻ കഴിയത്തില്ല. മീഖായേലാണ് യുദ്ധത്തിന്റെ നേതാവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വരവിൽ നടക്കുന്ന 3 സംഭവങ്ങൾ: 1, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുന്നു; 2, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരപ്പെടുന്നു; 3, ഒത്തൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആദാമിന്റെ മക്കൾ ആണ് ആദ്യ മനുഷ്യര്. അവര് മൺമയമായ മനുഷ്യരാണ്. എന്നാൽ വീണ്ടും ജനിച്ചവര് ദൈവത്തിന്റെ മക്കളാണ്. അവരാണ് സ്വർഗീയ മക്കൾ. യേശുവിനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നത് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നു. ഒരു പുതിയ ശരീരത്തോടുകൂടിയാണ് മരിച്ചവ ഉയർത്തെഴുന്നേൽക്കുന്നത്. എങ്ങനെയാണ് പുതിയ ശരീരമെന്ന് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 45 മുതൽ 49 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഒരു ഗോതമ്പോ നെല്ലോ പയറോ എന്തെങ്കിലും മണ്ണിലേക്ക് കുഴിച്ചിട്ടാൽ അതിന്റെ സമയമാകുമ്പോൾ അത് ഒരു പുതിയ സസ്യമായി എഴുന്നേറ്റ് വരുവാനിടയായിത്തീരും. പിന്നെ പഴയ മണിയല്ല കിട്ടുന്നത്, പുതിയ ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും. അതുപോലെ ഭൗമിക ശരീരവുമുണ്ട്, സ്വർഗീയ ശരീരവുമുണ്ട്. അതാണ് 1 കൊരിന്ത്യർ ലേഖനം 15-ന്റെ 45 മുതൽ വാക്യത്തിൽ വായിക്കുന്നത്. അതിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്. 26-ന്റെ 19 സ്തോത്രം. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരെ കുറിച്ച് പറയാണ്. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നവര് അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നവർ തേജസ്സിൽ ഉയർക്കുവാനിടയായിത്തീരും. മനുഷ്യത്രന്മാരെ തിരികെ വരുവീൻ എന്നുള്ള ശബ്ദം അവിടെ കേൾക്കുവാനിടയായിത്തീരും. മഹത്വമുള്ള ശരീരത്തിന്റെ പ്രത്യേകതകൾ കൂടെ നാം മനസ്സിലാക്കണം. സ്തോത്രം. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ
ഹല്ലേലൂയ, സ്തോത്രം. അവിടെ പറയുന്നുണ്ട്, ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ സ്ഥിതി മാറി തേജസ്കരണം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കും. അതിന് സഞ്ചരിക്കുവാൻ പ്രത്യേക സമയം വേണ്ട. ശരീരത്തിന് അടച്ചിരിക്കുന്ന മുറിയിൽ കയറുവാനോ ഇറങ്ങുവാനോ പ്രത്യേകമായിട്ട് വാതിൽ ആവശ്യമില്ല. ഇപ്പൊ ഉദാഹരണം, അർദ്ധരാത്രിയിൽ ആ കർത്താവ് വരുന്നതെങ്കിൽ ഇവിടെ കിടന്ന് ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താനോ ആദ്യം കതവ് തുറന്ന് വെളിയിൽ കൊണ്ടുപോകുവാനോ ആരുടെ ആവശ്യമില്ല. തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് അകത്ത് വരാനും പുറത്തു പോകാനും കഴിയും. അതിന് ഉദാഹരണമാണ് അടച്ചിട്ടിരുന്ന മുറിയിൽ കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് എന്റെ സമാധാനം എന്ന് പറഞ്ഞത്. ആ ശരീരത്തിൽ പാപം ചെയ്യുവാൻ പിന്നെ കഴിയത്തില്ല. സ്തോത്രം. ആഹാരം ആവശ്യമെന്ന് തോന്നിയാൽ കഴിക്കാം, അത് ആവശ്യമില്ല. കാരണം തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് വിശപ്പില്ല, ദാഹമില്ല. ഇതുവരെ കണ്ടിട്ടില്ലാത്ത എല്ലാ വ്യക്തികളെയും ആദാം മുതൽ നമ്മുടെ ആയുസ്സിൽ ജീവിച്ചിരുന്നവരെ വരെയും അവിടെ വെച്ച് കാണുന്നവരെ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കാതെ വണ്ണം അവരവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 1 Corinthians 15:52 മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, രൂപാന്തരം പ്രാപിച്ച് അവർ സ്വർഗീയ ശരീരത്തോടുകൂടെ എഴുന്നേൽക്കുമ്പോൾ 2 ശബ്ദം ഇവിടെ ഉയരും. ഒന്ന്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ആരാണ് പറയുന്നതെന്ന് അറിയാമോ? മരണം കൂടാതെ തിരസ്കരിക്കപ്പെടുന്നവർ വിളിച്ചു പറയും, ഹേ മരണമേ നിന്റെ ജയം എവിടെ? അപ്പോൾ മരണത്തെ ജയിച്ച വിശുദ്ധന്മാർ പറയും, ഹേ മരണമേ നിന്റെ വിഷയമുള്ള എവിടെ? നീ ഞങ്ങളെ മരണത്തിൽ ഒതുക്കിയതാണല്ലോ, നിന്റെ വിഷയമുള്ള എവിടെയാണ്? ഇരുകൂട്ടരും വെല്ലുവിളിച്ചുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തുവിനെ എതിരേൽപ്പാൻ മേഘത്തിലേക്ക് എടുക്കപ്പെടുന്നത്. കർത്താവിനോടുകൂടെ എടുക്കപ്പെട്ടവര് 1 തെസ്സലോനിക്ക ലേഖനം 4:16-17 വായിക്കുമ്പോൾ അവര് ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടുകൂടെ ഇരിക്കും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കർത്താവിനോടുകൂടെ മധ്യാകാശത്തിൽ ഒന്നിച്ചായിരിക്കുവാൻ ഇടയായിത്തീരും. 1 യോഹന്നാൻ ലേഖനം 2:38 2 കൊരിന്ത്യർ 5:10 പറഞ്ഞിരിക്കുന്നു, അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും ഒരു തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ കടന്നു എന്നാൽ ആദ്യം എവിടെ നടക്കുന്നത്? അത് നീതിയുടെ ന്യായാസനത്തിന് മുൻപാകെ എല്ലാവരെയും നിർത്തും. അവിടെ വിശുദ്ധന്മാരെയും നിർത്തും, യോഗ്യത കുറഞ്ഞവരെ നിർത്തും, അയോഗ്യരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും നിർത്തും. അവിടെ വന്നിട്ടുള്ളവരെ അതിന് തക്കവണ്ണം പ്രാപിക്കുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിന് മുഖത്തം സ്തോത്രം, ഹല്ലേലൂയ. അത് തീയിൽ കൂടെ കടന്നു പോകുന്ന വെള്ളി, പൊന്ന് എന്നിവയും മരം, പുല്ല്, വൈക്കോൽ എന്നിവയും ഒരു സാദൃശ്യ പാഠമായി മുമ്പേ ഞാൻ പറഞ്ഞല്ലോ. അതെന്തിനെ കാണിക്കുന്നറിയാമോ? രക്ഷ ദൈവത്തിന് ദാനമാണ്, പ്രതിഫലം ദൈവം നമ്മുടെ പ്രവർത്തിക്കൊത്തുകൊണ്ട് കിട്ടുന്നതാണ്. നാം ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രവർത്തിച്ചു, ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചു കൂട്ടിയിരുന്നാല് അതൊക്കെ തീയിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് ചാരമായി തീരും, അതിന് പ്രതിഫലമില്ല. എന്നാൽ അത് വിലയേറിയ മുത്ത്, സ്വർണം, ഇതൊക്കെ തീയിൽ കൂടെ പോയാൽ അത് ശുദ്ധീകരിക്കപ്പെട്ടവരായി പുറത്തു വരുന്നവരുടെ ആയിത്തീരും. എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവൃത്തി നല്ലതാണെന്ന് കർത്താവ് കണ്ടാൽ അതിനെല്ലാം പ്രതിഫലം കിട്ടും. ഇയ്യോബിന്റെ പുസ്തകം 1-ാം പറയുന്നു, എന്റെ ദാസനാകുന്ന ഇയ്യോബ് നിഷ്കളങ്കരും നേരുള്ളവരും ദോഷം വിട്ടകിടന്ന് അവനെ പോലെ ഭൂമിയിൽ ആരുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. പിശാച് അവനെ എതിരായിട്ട് വളരെ പോരാടിയെങ്കിലും ആ സമയത്ത് അവന് എതിരായിട്ട് നിൽക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല. അവന്റെ വിശുദ്ധിയുടെ പ്രമാണത്തിൽ അവനോട് ജയമെടുക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അപ്പോൾ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ള പ്രതിഫലം അവിടെ കിട്ടുവാനിടയായി തീരും. ദൈവകരമല്ലാത്തത് ചെയ്താൽ അത് തീയിൽ കൂടെ എന്ന പോലെ അത് ശുദ്ധീകരിക്കുമ്പോൾ അത് കരിഞ്ഞ് ചാരമാകും, അവർക്ക് പ്രതിഫലം കിട്ടത്തില്ല. 1 കൊരിന്ത്യർ 3:12 രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ തെറ്റുകുറ്റങ്ങൾ അപ്പോഴപ്പോൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്ക്
അതെ കരുണ ലഭിക്കുന്നു. സ്തോത്രം. 1 യോഹന്നാൻ ലേഖനം 1:7-9 7, 8, 9 വാക്യത്തിൽ പറയുന്നു, അരേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോഴാണ്. അപ്പോൾ സ്വർഗത്തിൽ ഈ അതേ ന്യായം വിധിക്കുമ്പോൾ 3 കൂട്ടരായിട്ട് വിധിക്കും. 1 ചെറിയവർ, 2 വലിയവർ, 3 ഏറ്റവും വലിയവർ. ആരാണ് ഇവരെന്നുള്ളത് അടുത്ത അതേതായിട്ട് നമുക്ക് ചിന്തിക്കാം. അതിനാ ദൈവം നമ്മെ സഹായിക്കട്ടെ.